ഹായ് ഫ്രാൻസ്, ജെറി വ്ളോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നതെന്ന് പറയുമ്പം ഒരു കാട്ടിനകത്താണ്. എൻ്റെ കണ്ടില്ല എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. കാട്ടിനകത്താണ്. ഇന്നൊരു ഡെക്കറേഷൻ വർക്കായിട്ടാണ് വന്നത്. ഈ കാട്ടിനകത്താണ് ഞങ്ങളുടെ ഇന്നത്തെ ഡെക്കറേഷൻ വർക്ക്. ഒരു റിസോർട്ടാണ്, ഔട്ട് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഏരിയ വിട്ട് ഒരു വില്ലേജാണ്. അവിടെ ഒരു റിസോർട്ടിൽ ഒരു കല്യാണ വർക്ക്, ചെറിയൊരു വർക്കാണ്. അപ്പോൾ ആ വർക്കും അവിടുത്തെ വിശേഷങ്ങളും കാണാം. എന്നാലും കാട്ടിനകത്തായതുകൊണ്ട് ഒരു എന്തൊരു പറയാൻ വേണ്ടി ഒരു ക്യൂരിയോസിറ്റിയോടെയാണ് നിന്ന് വർക്ക് ചെയ്യുന്നത്. വല്ല പുലിയോ ആനയൊക്കെ വന്ന് ഇറങ്ങുമെന്ന് അറിഞ്ഞുകൂടാ. അതൊന്നുമില്ല ഇവിടെ. എങ്കിലും കൊള്ളാം, അടിപൊളി. നമുക്കപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ വർക്കും അവിടുത്തെ വിശേഷങ്ങളും എങ്ങനെയാണെന്നൊന്ന് കാണാം നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊരു കാട് പോലെ അങ്ങ് നീണ്ട് കിടപ്പുണ്ട്. അങ്ങോട്ട് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും. നല്ല വർക്കുണ്ട് ഇവിടെ, വർക്കായതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വർക്കെന്ന് പറയുമ്പോൾ എന്താണ്ട് കണ്ടില്ലേ, ഇവിടെയാണ്. ഇപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ മൊത്തം എം ടി ആയിട്ട് കിടക്കുകയാണ്. ഇവിടെ ഇനി കെനപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കൂടാരം, ചെറിയൊരു കൂടാരം പോലെ വരും. അത് അവിടെ അവന്മാർ ചെയ്തുകൊണ്ടിരിക്കണം. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. എന്തായാലും ഇവിടെയാണ് നമ്മുടെ ഡെക്കറേഷനും കാര്യങ്ങളും വരുന്നത്. ഇപ്പോൾ കണ്ടോ, ഇവിടെ ഫുള്ള് എം ടി ആണ്. ഇനി കുറച്ച് കഴിയുമ്പം മൊത്തത്തിലൊരു മായാലോകമാക്കി മാറ്റും ഞങ്ങൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കെനപ്പി. ഇവിടെ ഇതിനാണ് പറയുന്നത് കെനപ്പി എന്ന് പറയും. അപ്പോൾ ഇതുപോലെ അവിടെ അപ്പുറത്തെ സൈഡ്, ഈ സൈഡിലായിട്ട് ഇനി ഒരു 4-5 എണ്ണം ചെയ്ത് വെച്ച് അതിനകത്താണ് നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ്, ഇതാണ് റിസോർട്ട്, വില്ലാപുരി. റിസോർട്ടിൻ്റെ പേര് വന്നിട്ട് വില്ലാപുരി. ഇതൊരു ഗോൾഫ് റിസോർട്ടാണ്. അതിൻ്റെ പുറകിലോട്ടെന്ന് പറയുമ്പോൾ മൊത്തം ഗോൾഫാണ്. അതാണ് വില്ല. ഫ്രണ്ടിലൊക്കെ 2 സിംഗമൊക്കെ വെച്ച്, 2 ചെറിയ കുളമൊക്കെ വെച്ച് സെറ്റപ്പാണ്. അകത്തോട്ടൊക്കെ സംഭവങ്ങളാണ്. എന്തായാലും ഞാൻ അകത്തോട്ട് കയറുന്നില്ല. നമ്മൾക്ക് ഇന്ന് പുറത്താണ് വർക്ക്. വീണ്ടും എൻട്രൻസ് കയറി ഒന്ന് കാണാം. അകത്തോട്ടൊക്കെ വീട് പോലെ ചെറിയ റൂമും കാര്യങ്ങളൊക്കെയാണ്. അകത്തോട്ട് കയറുന്നില്ല. ഇവിടെയാണ് വർക്ക്. ഇതിൻ്റെ പരിസരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും കാടാണെന്ന്. പക്ഷെ കാടല്ല. ഇതിൻ്റെ 2 സൈഡ് മാത്രമാണ് കാട്. ഇവിടെ കെനപ്പി വർക്ക് നടക്കുകയാണ്. ഫ്രണ്ട്സ്, ഒരബദ്ധം പറ്റിപ്പോയി. ഇവിടെയല്ല വർക്ക്, നമ്മളിവിടെയാണ് ചെയ്യണത്. ഫ്രണ്ട്സ്, ഇവിടെയാണ് വർക്ക്. ഒടുക്കലത്തെ ചൂട്, പ്രതീക്ഷിക്കാത്ത ചൂട്. ഇന്ന് വെന്ത് കരിയും, കിടിലൻ ചൂട്. ലോറിയിൽ നിന്ന് സാധനമൊക്കെ വലിച്ചിറക്കി ഇട്ടിട്ടുണ്ട്. അവിടെ പൂവിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണം. അതുപോലെ എൻട്രൻസിൻ്റെ ഇവിടെ പൂവിൻ്റെ വർക്ക് നടക്കുകയാണ്. Sini bila putih ni pagi dengan bersuk je. Dia bawa sampai. Apa buat sini cepatlah kita sini. Sebab ada siantan. Sini. അപ്പോൾ ഫ്രണ്ട്സ്, ലഞ്ച് ടൈമാണ്. ആണ് ഫുഡ്. മുളക് കറി, കിച്ചാപ്പ് എന്ന് പറഞ്ഞ സോസ്, പിന്നെ അതിൻ്റെ കൂടെ ഒരു സൂപ്പ്, പിന്നെ കോഴിയാണിത്. കോഴി, അതിൻ്റെ കൂടെ ഒരു സലാഡ്, ഇല, ചോറ് വന്നിട്ട് നെയ്ച്ചോറ് പോലെ, ബിരിയാണി പോലെയാണ്. ഓക്കെ, കൊള്ളാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ലഞ്ച്.
അപ്പോൾ ഫ്രണ്ട്സ്, എൻട്രൻസ് ചെയ്തതായി ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടേബിളെല്ലാം ഇട്ട് റെഡിയാക്കി. അതുപോലെ സ്റ്റേജ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ആയതേ ഉള്ളൂ. പക്ഷെ വെയിൽ കുറച്ച് താന്നുകൊണ്ട് ഇത്തിരി സമാധാനമുണ്ട്. നേരത്തെ അയ്യോ എന്തൊരു വെയിലായിരുന്നു. നേരത്തെ പൂവ് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞില്ല. ഇനി ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, വെള്ളച്ചാട്ടമൊക്കെ ചെയ്യണം. എല്ലാം ചെയ്തു വരുമ്പോൾ അടിപൊളിയാവും. പൂവ് ഫുള്ള് റെഡാണ് പൂവ്. ഫുള്ള് പൂവ് റെഡാണ്, ചുവപ്പ് മയമാണ് മൊത്തത്തിൽ. പിന്നെ അവിടെ ചേറുകളൊക്കെ അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടിൻ്റെ അകത്താണ് ആളുകളിരുന്ന് ആഹാരം കഴിക്കുന്നത്. കൊള്ളാം, അടിപൊളി സൈറ്റ്. ഇത് ബൊഫെ. ഇവിടെ ആഹാരങ്ങൾ വയ്ക്കും, ആവശ്യക്കാരെടുത്ത് ഇതവിടെ അകത്ത് പോയിരുന്ന് കഴിക്കും. മുകളിൽ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തായിരുന്നു, ഹെരി ലൈറ്റ്.
പിന്നെ ഫ്രണ്ട്സ് ഇതാണ് മെയിൻ ടേബിൾ. പെണ്ണും ചെറുക്കനും ഇരുന്ന് ആഹാരം കഴിക്കാനുള്ള ടേബിളാണ് ഈ കാണുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഫൈനൽ ടച്ചപ്പിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വർക്ക്. ഇത് വന്നിട്ട് എൻട്രൻസ് ആണ്. എൻട്രൻസിൻ്റെ ഡിസൈൻ ഇതാണ്. ഇവിടെ നിന്ന് ഇനി അകത്തോട്ട് കയറുമ്പോൾ വാക്ക് വേ. ഇതാണ് വാക്ക് വേ, കാർപ്പറ്റ് ഇട്ട് ലെഫ്റ്റ് റൈറ്റ് പൂ വെച്ചുള്ള വാക്ക് വേ ആണ്. പിന്നെ അകത്ത് ഫുള്ള് ലൈറ്റിംഗ് ആണ്. ഫുള്ള് പേരി ലൈറ്റും അതുപോലെ തന്നെ അല്ലാത്ത ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഇനി ഉണ്ട്. ആ ലൈറ്റിങ്ങിൻ്റെ പരിപാടി ഇനി കുറച്ചും കൂടെ ഉണ്ട് ബാക്കി. അപ്പോൾ നേരെ കാണുന്നതെന്ന് പറയുമ്പോൾ ഫോട്ടോ ബൂത്ത് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് നിന്ന് ഫോട്ടോ പിടിക്കാൻ വേണ്ടിയായിട്ട്, അതിന് വേണ്ടിയായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളതാണ് ഈ ഫോട്ടോ ബൂത്ത്. ഇതാണ് നമ്മുടെ ആളുകൾക്ക് നിന്ന് ഫോട്ടോ പിടിക്കാൻ വേണ്ടി, അതായത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇവിടെ എല്ലാ കല്യാണത്തിനും മാക്സിമം ഇതുപോലത്തെ പരിപാടികളുണ്ട്. പിന്നെ സ്റ്റേജ്, പിന്നെ വെളിയിലോട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ കല്യാണ പെണ്ണാണ് ആ നിൽക്കുന്നത്. കറുത്ത ടീഷർട്ട് ഇട്ട് നിൽക്കുന്നതാണ് കല്യാണ പെണ്ണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എല്ലാം കല്യാണത്തിൻ്റെ ആളുകൾ നേരത്തെ അതായത് ഇവിടെ ഒന്ന് സ്റ്റേ ആണ്. അവരിവിടെ ഇന്ന് സ്റ്റേ ചെയ്യും. പിന്നെ ഇതാണ് സ്റ്റേജിൻ്റെ ഇതാണ് ഡെക്കറേഷൻ ഇതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടില്ലേ, സൈഡിൽ ഫൗണ്ടൻ എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടം പോലെയൊക്കെ കൊടുത്ത്, പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ വന്നിട്ട് ക്യാൻഡിൽ സ്റ്റാൻഡൊക്കെ ചെയ്ത്, അതാണ് ഡിസൈൻ. ഇവരുടെ ഡിസൈൻ ഇതാണ്. ഇത് കെനപ്പി ആയതുകൊണ്ട് കെനപ്പിക്കകത്ത് മാത്രമായിട്ട് ചെയ്തതാണ്. ഇത് ഹാളല്ല, ഔട്ട് കെനപ്പി, അതായത് വെളിയിലുള്ളതായതുകൊണ്ട് ചെറിയ രീതിയിൽ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പ്ലീസ് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. പിന്നെ ഇനിയും മലേഷ്യയിലെ നല്ല നല്ല വിശേഷങ്ങളും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. പിന്നെ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുള്ളതെന്ന് പറയുമ്പോൾ എനിക്ക് 1000 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മോണിറ്റേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഇനി അത് കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് ഇനി അവർ അടുത്ത മെയിൽ അയക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. എങ്കിലും ഞാൻ ഹാപ്പിയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു നിലയിലെത്താൻ കഴിഞ്ഞത്. അതുപോലെ ഇന്ന് നിങ്ങൾ എന്നെ ഹാപ്പിയാക്കിയതുപോലെ ഇനി ഓരോരോ നല്ല നല്ല വീഡിയോസ് കൊണ്ടുവന്ന് നിങ്ങളെ ഞാൻ ഹാപ്പിയാക്കുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.